ആറി 1.5 മണിക്കൂറായല്ലോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിന്ന് പറഞ്ഞിട്ട്. അല്ല വരുമെന്നറിയാം, എന്നാലും ചുമ്മാ ജസ്റ്റ് വിളിച്ചതേ ഉള്ളൂ. പിന്നെ ആ അണ്ണ ഇങ്ങോട്ട് എവിടെ ആയെന്ന് പറ. ഓ ഓ ഓ ഓ ശരി 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 ശരി, ഞാൻ വെച്ച് പ്രശ്നം കഴിഞ്ഞല്ലേ വെച്ചടി. ഇനിയിപ്പോ തോന്നുമ്പോ കേട്ടോ, എനിക്ക് എന്തിന്റെ കേട്. നീ വളവിന്റെ ഇവിടെ എത്തിയിട്ടാടി നീ എന്റെ അടുത്ത് പറയാൻ. ഞാൻ വരുമ്പോ വന്നാ പോരെ, ഇത്തിരി കാത്തു നിന്ന എന്ത് പ്രശ്നം? കാത്തു നിന്നാ പ്രശ്നമൊന്നുമില്ല. തിരി എന്താ ഇത്? പിന്നെ അവിടുന്ന് പറഞ്ഞു കേട്ടോ ഹോസ്റ്റലിൽ നിന്ന് ഇതിനു വേണ്ടി പാണ്ടക്കെട്ടാക്കിയായിട്ട് അവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കിയ? അവിടെ ഒരു പ്രശ്നമില്ല. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെങ്കിൽ ഞാൻ ഉണ്ടാക്കണം. ഇവിടെ ഉണ്ടാക്കാൻ മൂടും ഇല്ല. എന്താടി ഒരു വാക്കുകേട്? എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം? എന്താടി ഉള്ളത് പറയാലോ, ഞാൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ്. ഈ അവസരത്തിൽ വേറെ ആരെന്നെ കൈവിട്ടാലും നീ മാത്രം എന്നെ കൈവിടരുത്. നീ എന്റെ ചേട്ടനാണ്, നീ അത് എപ്പോഴും ഓർക്കണം കേട്ടാ. ഓർക്കൂലേ? കൊച്ചെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടാ. ഞാൻ പോയി ചാടി വള്ളിയൊക്കെ നിനക്ക് അറിയാലോ, അതേപോലെ വല്ലതിലും കേറി ചാടി അനുഭവിക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ. എടുത്തറിയാവുന്ന ഇല്ലല്ലോ എന്റെ ദൈവമേ. ഞാൻ നിന്നെ പോലെ കോഴിയല്ല. പിന്നെ നീ അഴിയ പോലത്തെ പ്രശ്നത്തിൽ പോയി ചാടില്ലോ. നീ ആദ്യം പ്രശ്നം തോന്നു പറ, ബാക്കിയുള്ള ടെൻഷൻ എടുപ്പിക്കാനായിട്ട്. എന്താണ് രണ്ടും കൂടെ വഴിയായിരുന്നു ചർച്ച. എന്താണ് അവിടെ ഒരു ചർച്ച? അതന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. അവള് വന്നിട്ട് വീട്ടിലേക്ക് കയറിയില്ല, വഴിയിലിരുന്നാണ് ചർച്ച. എന്തേ അകത്തേക്ക് വന്നില്ലേ? ഇല്ല, ഈ വഴിക്കൊക്കെ പോകണം. എന്തേ? ആ എന്നാ പിന്നെ ആ വഴി എന്നെ വിട്ടോ. എന്തുവല്ല ചെയ്ത് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നാലോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? രാവിലെ തന്നെ അലമ്പ് തുടങ്ങി. ഇത്രയും ദൂരം യാത്ര ചെയ്ത ആളിങ്ങനെയല്ലേ സംസാരിക്കുന്നത്, അപ്പൊ അതിന് കുഴപ്പമൊന്നുമില്ല. ചേച്ചി ഒരാള് പുതിയ ഏണിയും കൊണ്ടാണ് വന്നേക്കണത്. ഏണിന്ന് പറയാൻ പറ്റത്തില്ല, അവര് നല്ലായിരുന്നു തന്നെ. എന്താണ് ഏണിയുടെ രൂപത്തിൽ വന്ന നല്ല കാര്യം? അളിയ കഴുത്തായിരിക്കുന്നു, താഴേക്ക് ഇറങ്ങി നിൽക്കോ. സീരിയസ് മാറ്റർ ആണ്. ആണോ? പാവം വെച്ച്. മാറങ്ങോട്ട്. ശിവ പറയൂ, കുട്ടിയുടെ പ്രശ്നം എന്താണ്? കേശു പറയും. അളിയ നീ പറയുന്ന. അതായത് എവളും ഇവളുടെ ഫ്രണ്ട്സും എല്ലാം കൂടെ ചെന്നൈയില് ഒരു സിനിമയുടെ ഓഡീഷന് പോയി. ചുമ്മാ വെറുതെ ഫോർ ഫൺ. അങ്ങനെ അവർ എവളുടെ ഫ്രണ്ട്സിനെ എല്ലാം തട്ടിക്കളഞ്ഞിട്ട് എവളെ സെലക്ട് ചെയ്തു ആ സിനിമയുടെ നായികയായിട്ട്. താങ്ക് യു അളിയ. ഒരു മിനിറ്റ് അതോടെ നിൽക്കട്ട്. എന്താ അവിടെ ഒരു അയ്യേ? അത് മനഃപൂർവ്വമല്ല, അറിയാതെ വന്നു പോയതാ. നമുക്കറിയാം കേട്ടാ. ആത്യന്തികമായി നമ്മളെ അങ്ങ് പുച്ഛം. അത് തന്നെ. അത് സ്വാഭാവികമായ ഒരു വ്യക്തിയോടുള്ള ധാരണയുടെ പ്രതിഫലനമാണ്. തൊലി അച്ഛൻ നിർത്ത്. ചേച്ചി സംഭവം ഇത്രയേ ഉള്ളൂ. എവക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി. 3 മാസത്തെ കോൺട്രാക്ട് എഴുതണമെന്ന് അങ്ങാണ്ട് അവര് പറഞ്ഞെന്ന്. സത്യം? യെസ്, ഇറ്റ് ഈസ് ദി ട്രൂത്ത്.